വിജിൻ നോക്കൂ, ഇ ഡിയുടെ കണ്ടെത്തലിൽ അതിൽ കൃത്യമായ വാദം കേൾക്കണമെന്ന് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. 3 മാസത്തേക്കാണ് ഇത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. അതായത് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയെന്ന ഇ ഡിയുടെ വാദം ശരിയല്ല എന്ന് കിഫ്ബി ഹൈക്കോടതിയിൽ വാദിക്കുകയും ചെയ്യുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റേ ഒരു ആശ്വാസം നൽകുന്നത് തന്നെയല്ലേ? അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി ഫണ്ടിൽ നിന്നും, അതായത് മസാല ബോണ്ട് ഇറക്കി ലണ്ടൻ എക്സ്ചേഞ്ചിൽ നിന്ന് പണം സ്വീകരിച്ചു എന്നുള്ളതായിരുന്നു ഈ കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനും ഒപ്പം കിഫ്ബി സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ എം എബ്രഹാമിനുമെതിരായി ഇങ്ങനെയൊരു കത്ത് അത് ഇ ഡി നൽകിയത്. ഇ ഡിയുടെ പ്രാഥമികമായ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ വിശദീകരണം വേണം എന്ന ആവശ്യമായിരുന്നു ഈ ഇ ഡി ഇവരോട് കത്തിലൂടെ ആവശ്യപ്പെട്ടത്. എന്നാൽ നേരിട്ട് ഹാജരാകണം എന്നുള്ള ആവശ്യം അത് ഇ ഡി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നില്ല. അതിനിടയിലാണ് മുഖ്യമന്ത്രിയും തോമസ് ഐസക്കും നേരിട്ട് കോടതിയിൽ പോകാതെ കിഫ്ബിയെ കൊണ്ട് നേരിട്ട് തന്നെ അവരെ കോടതിയിൽ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിലാണ് നിലവിൽ ഇപ്പോൾ 3 മാസത്തേക്ക് ഇക്കാര്യത്തിൽ നടപടി പാടില്ല എന്നുള്ള നിലയിലുള്ള വിശദീകരണം നൽകേണ്ടതില്ല എന്നുള്ള വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസമാണ്. നേരത്തെ തന്നെ രാഷ്ട്രീയപരമായ ഇടപെടലാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ളത് എന്നുള്ള നിലപാടായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇങ്ങനെയൊരു കത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട് അതൊരു രാഷ്ട്രീയമായ നടപടിയാണ് എന്നുള്ള ആരോപണമായിരുന്നു സർക്കാരും ഒപ്പം തന്നെ തോമസ് ഐസക്കുമൊക്കെ ഉന്നയിച്ചിരുന്നത്. മുഖ്യമന്ത്രി തന്നെ അതിനെ ചിരിച്ച് തള്ളുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അതൊരു രാഷ്ട്രീയ ഇടപെടലാണ് എന്നുള്ള സംശയം ധ്വനിപ്പിച്ചിരുന്നു. അക്കാര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വിധി ഉണ്ടാകുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ഇ ഡി നേരത്തെ തന്നെ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരണവും ഒപ്പം തന്നെ മസാല ബോണ്ട് ഇറക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തോമസ് ഐസക്കിനും ഒപ്പം തന്നെ കിഫ്ബിക്കും നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കത്ത് നൽകിയതാണ്. പക്ഷേ തോമസ് ഐസക്കും കിഫ്ബിയും ആ ഘട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹാജരാകേണ്ടതില്ല എന്നുള്ള നിലപാട് കോടതി അന്ന് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇങ്ങനെയൊരു, അതായത് സ്ഥലം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഈ ഫണ്ട് എക്സ്ചേഞ്ച് വഴി മസാല ബോണ്ട് ഇറക്കി ഫണ്ട് സ്വീകരിച്ചു എന്നുള്ള ആ കാര്യത്തിൽ വിശദീകരണം വേണമെന്ന ആവശ്യം കോടതി ഇ ഡി ഈ മുഖ്യമന്ത്രിയോടും ഒപ്പം തന്നെ തോമസ് ഐസക്കിനോടും കിഫ്ബിയോടും ഒക്കെ ആവശ്യപ്പെട്ടത്. ആ കത്തിൽ തന്നെ വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള കത്തിൽ തന്നെ നേരിട്ട് ഹാജരാകേണ്ടതില്ല, അല്ലാതെ തന്നെ ആ കാര്യത്തിൽ വിശദീകരണം അറിയിച്ചാൽ മതി എന്നുള്ള നിലപാടായിരുന്നു അന്ന് ഇ ഡി സ്വീകരിച്ചത്. എന്തായാലും ഇക്കാര്യത്തിലാണ് മുഖ്യമന്ത്രിയോ തോമസ് ഐസക്കോ നേരിട്ട് കോടതിയിൽ ഹാജരാകാതെ കിഫ്ബിയെ കൊണ്ട്, കെ എം എബ്രഹാമിനെ കൊണ്ട് കോടതിയെ ഇങ്ങനെയൊരു ഹർജി നൽകിപ്പിക്കുകയും അതിലിപ്പോൾ 3 മാസത്തേക്ക് തുടർ നടപടി സ്വീകരിക്കുക എന്നുള്ള നിലയിലുള്ള വിധി ഹൈക്കോടതിയിൽ നിന്ന് വരികയും ചെയ്തു. എന്തായാലും സർക്കാരിന് ഇക്കാര്യത്തിൽ വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയപരമായി സർക്കാരും CPM ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഇ ഡി, അത് കേന്ദ്ര ഏജൻസികളെല്ലാം രാഷ്ട്രീയ പ്രേരിതമായാണ് BJP പറയുന്നതനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള ആരോപണത്തിന് അത് കുറച്ചുകൂടി വ്യക്തതയോടെ ആരോപിക്കാൻ കഴിയുന്ന നിലയിലുള്ള വിധിയാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയിൽ നിന്ന് എന്തായാലും വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വലിയ ആയുധമാക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം പലതവണ ഇങ്ങനെ ഇ ഡി കത്ത് നൽകുകയും അതിനുശേഷം ആ കത്തിന് തുടർ നടപടിയൊന്നും ഉണ്ടാകാതിരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അത് BJPയും CPM തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണ്, അന്തർധാരയുടെ ഭാഗമാണ് എന്നുള്ള നിലപാടായിരുന്നു ആ ഘട്ടത്തിൽ കോൺഗ്രസും UDFും ഒക്കെ സ്വീകരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ആയ ഘട്ടത്തിൽ പോലും അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി മാറിയിരുന്നില്ല. ആ ഘട്ടത്തിലും CPM പക്ഷേ അങ്ങനെയൊരു കത്ത് ഇ ഡി നൽകിയതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതായത് കോൺഗ്രസ് BJP CPM ഡീൽ എന്ന് പറയുമ്പോൾ അതിനെ മറുതരത്തിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ഇ ഡി ഇങ്ങനെ നോട്ടീസ് നൽകി, മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിപ്പിച്ചില്ലെങ്കിലും നേരത്തെയും മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള നോട്ടീസുകൾ കേന്ദ്ര ഏജൻസികൾ നൽകുകയും മുഖ്യമന്ത്രിയെ വട്ടമിട്ട് പറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് BJP രാഷ്ട്രീയ ശത്രുവായി CPMനെ കാണുന്നത് കൊണ്ടാണ് എന്നുള്ള മറുവാദം ഉയർത്തിയായിരുന്നു അതിൽ പ്രതിരോധം തീർക്കാൻ CPM ശ്രമിച്ചത്. ഒപ്പം തന്നെ അതൊരു രാഷ്ട്രീയ ആയുധമാക്കി തെരഞ്ഞെടുപ്പിൽ മാറ്റാനുള്ള ശ്രമവും ഒക്കെ നടത്തിയിരുന്നു. അതിനിടയിലാണ് കിഫ്ബി ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ കേന്ദ്ര ഏജൻസികൾ നോട്ടീസ് നൽകുകയും അത് ഒരു രാഷ്ട്രീയ ആരോപണമായി ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജി കോടതിയിൽ നൽകിയത്. കൃത്യമായി രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് എന്നുള്ള കാര്യം തന്നെയായിരുന്നു കിഫ്ബി ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടർ നടപടികൾ പാടില്ല എന്ന 3 മാസത്തേക്ക് അത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രാഷ്ട്രീയപരമായി CPMനും LDFനും ഗുണം ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിനും സഹായകരമാകുന്ന നിലയിലുള്ള വിധിയാണ് ഇപ്പോൾ നിലവിൽ എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ഏത് തരത്തിലുള്ള ഇടപെടൽ ഇനി ഇ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്.